വണ്ടി നിർത്തി എന്തി നിർത്തടാ. ആ ഇവിടെ തന്നെ. എവിടെ പോവാ? എടാ ഞാനിപ്പോ വരാം. നിങ്ങൾ ഈ സമയത്ത് കളിക്കാൻ നിക്കല്ലേ? ഞാൻ ഇത്തേക്കാൻ 2 മണിക്കൂർ. പെട്ടെന്ന് പറഞ്ഞേ. എടുത്തോട്ട് പോടാ. ഇതാണ് ഷാനയുടെ സീറ്റ്. അത് ജീവന്റെ. അതെന്റെ. പിന്നെ ഹാപ്പി ഓണം. വന്നിട്ട് കുറെ നേരമായോ? ഹാപ്പി ഓണം. ആ തഗോഫറിന്റെ വടം താഴെ വന്നിട്ടുണ്ട്. നമുക്കൊരു കോഫി കുടിച്ചാലോ? ഇതൊക്കെ അല്ലേ? എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. ഗാഗ അതെ, ആ ഓൺ സൈഡിന്റെ കാര്യം ഒന്നുകൂടി ആലോചിക്കണം കേട്ടോ. ആ സാമിനെ കൊണ്ടൊന്നൊരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അവസാനം പ്രൊജക്ട് കയ്യിൽ നിന്ന് പോയിട്ട് കിടന്ന് കരയേണ്ടി വരും. സതീഷേ, ആരെ ഓൺ സൈറ്റ് വിടണം വിടണ്ട എന്നുള്ള കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സതീഷ് തൽക്കാലം ഓഫ് ഷോറിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെ പോയിട്ട് വേഗം ഇങ്ങ് വരില്ലേ? എല്ലാ പോക്കിന്റെ അവസാനം ഒരു തിരിച്ചുവരവുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്, അല്ലേ? ഏയ്, ഇന്ന് കുറച്ച് ഇമോഷണൽ ആണല്ലോ. നാട്ടിൽ വന്നിട്ട് നൊസ്റ്റാൾജി അടിച്ചു അല്ലേ? പണ്ട് നാട്ടിലെ പ്രൈവറ്റ് ബസ്സിലൊക്കെ പാട്ട് വെക്കുമായിരുന്നു. അതിപ്പോഴുണ്ടോന്നറിയില്ല. നമുക്കിഷ്ടമുള്ള പാട്ട് വരുമ്പോൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പും ആവും. Are you all right? I am all right. Just few memories. ഗായത്രി, എനിക്കൊരു കാര്യം. വേണ്ട, പറയണ്ട. അതല്ല, എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെയൊക്കെ കണ്ടപ്പോ പറയണ്ടെന്നേ. എന്നോട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. സംഹൗ ഐ എം യൂസ് ടു ഇറ്റ് ബൈ നൗ. നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറയുന്ന പലതും കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ബട്ട് ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ആസ്കിങ് യു. മേ ബി ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു എൻഡ് ദിസ്. കാരണം അപ്പോഴേക്കും നമ്മുടെ ഫോൺ കോൾ അനുസരിച്ച് എൻ്റെ ഓരോ ദിവസവും ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയിരുന്നു. Hi Gayatri. Hey. What happened? ഫ്രണ്ടിനെ കണ്ടിട്ട് മനസ്സിലായില്ല? ரொம்ப നാളാச்சு பார்த்தது. ഇല്ല നൻപ? ഞങ്ങൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ടു. അപ്പോ വിക്ടർ. സോറി. അപ്പോ വിക്ടറാ പറഞ്ഞേ പഴയ ഫ്രണ്ടിനൊരു സർപ്രൈസ് കൊടുക്കാന്ന്. ഇതെല്ലാം എന്നാ സർപ്രൈസ്? ஐயா பண்ண வேலை அதான் சர்ப்ரைஸ். இந்த அப்பாவி மூஞ்சி வச்சுக்கிட்டு எத்தனை பேரை ஏமாத்திருக்கா தெரியுமா? காஃபி எனக்கு ஒன்று சொல்லுங்களேன். இஸ் தட் ஓகே? യാ ഓഫ് കോഴ്സ്. ഫ്രണ്ടിനൊരു കോഫി ഓർഡർ ചെയ്യും മാഷേ. இவனோட நிக்நேம் என்னன்னு தெரியுமா? എന്താ അത്?
முதல்ல அந்த பாஸ்வேர்டு, அப்புறமா எல்லாமே. പ്ലൂട്ടോ, go Pluto, go. ചിങ്കാരി വേണം 30 മിനിറ്റ് അവന്മാര് പോകുന്നേ പോട്ടെ. അതൊന്ന് നോക്കിയേ നീ. ഈ വണ്ടി പിന്നെന്താ അവൻ വണ്ടിയും കൊണ്ട് പോയടാ. നീ എന്താ അവനോട് പറഞ്ഞത്? വണ്ടി എടുക്കാൻ. ഇവൻ ഈ ചിങ്കാരി വളം കൊണ്ട് ഇവിടെ പോകും. പപ്പ, എടാ ഞാൻ കുറേ ആലോചിച്ചു. പേടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പോണം. സാധാരണ ഞാൻ പിടിക്കുന്ന ഏനിയുടെ കൂടെ അടി പാഴ്സലാണല്ലോ. അത് നിങ്ങൾ രണ്ടുപേരും ഒപ്പിട്ട് മേടിക്കാറുമുണ്ട്. എന്തായാലും ഈ തവണ അത് വേണ്ട. ഇനി ഇത് കേട്ട് ഓടിപ്പിടിച്ച് വരാനും നിൽക്കണ്ട. രണ്ടെണ്ണം കിട്ടിയിട്ടാണേലും ഞാനിങ്ങെത്തും. വരുമ്പോൾ കൂടെ അവളെന്നാണ്. ഹലോ, നീ ഇറങ്ങിയോ? ഞാൻ ദേ ഇറങ്ങി. എന്തേ? ഞാൻ വരും. ദേ ഇവിടുന്ന് ഇറങ്ങി. ഹലോ ജീവ.
I need your help. സർ, സാറ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മുന്നിലെത്തി. സാറിൻ്റെ ഭാര്യ അകത്തുണ്ട് സർ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സേഫാണ് സർ. സേഫായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് സർ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഏത് ഫ്രണ്ടാണെന്നറിയില്ല സർ, പക്ഷെ നല്ല മാന്യനായ ഒരു പയ്യനാണ്. പയ്യനോ? എന്നിട്ടാണോ താൻ സേഫ് ആണെന്ന് പറഞ്ഞത്? സർ, കണ്ടിട്ട് മാഡം വളരെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട് സർ. അതുകൊണ്ട് അതൊക്കെ പോട്ടെ. താൻ ശ്രദ്ധിച്ചവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ? ഷുവർ സർ, ഐ വിൽ ഡു ദാറ്റ് സർ. എന്നാലും ഏതവനടാ ഈ രാജീവ് സാറിന്റെ ഭാര്യ വളയ്ക്കാൻ ധൈര്യമുള്ള ഒരു കോഴി ഈ നാട്ടില്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അമേരിക്കയിൽ അമ്മാവൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ അമേരിക്കയ്ക്ക് പോകാണ്ടിരിക്കാനും കറക്റ്റായിട്ട് കൊച്ചിയിൽ തന്നെ വരാനും നമ്മൾ തമ്മിൽ പിന്നെ കാണാനും എല്ലാം ഒരു നിമിത്തം പോലെ തോന്നണല്ലേ? ഈ ഡ്രസ്സല്ലേ 2 വർഷം മുമ്പ് ജുഹു ബീച്ച് പോയപ്പെട്ട് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ക്യാപ്ഷൻ വരെ ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്. സൺ കിസ്ഡ്. ഞാൻ കുറച്ച് തീ ഇട്ടിരുന്നു. തീയോ? ആ, മറ്റേ ഇമോജി ഫയർ. സാമിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ? പഴയ ഇഷ്ടങ്ങളൊക്കെ മാറി അല്ലേ? അതെ, ഇവിടെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ. നമുക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല, കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അത് ആഹാ, ഇന്ന് ഞാൻ പൂട്ടും. ഇതാണല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. നമ്പ്യാരെ, പണ്ടത്തെ പോലെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമുക്ക് തെളിവ് വേണം. സബൂത്ത് സബൂത്ത്. വി നീഡ് എ റെഡ് ഹാൻഡ് ക്യാച്ച്. സാറേ, ANC എന്ന് പറഞ്ഞപ്പം ഒരു ഷൂട്ടൗട്ട്, ഒരു എൻകൗണ്ടർ, ഒരു ചേസ്, ഇതൊക്കെ പ്രതീക്ഷിച്ച് എനിക്ക് ഇതവൻ മാതിരി വിളിക്കണം. ഹലോ സാർ. എന്തായടോ തന്റെ വീക്ഷണം? ഞാൻ വീക്ഷിക്കുന്നുണ്ട് സാർ, വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ലവണ്ണം നല്ലപോലെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മൂത്രം പോലും ഞാൻ ഇവിടെയാണ് ഒഴിച്ചത് സാർ. ഒന്ന് പറഞ്ഞു തൊലക്ക്. ഇപ്പൊ അവരെന്താ ചെയ്യണത്? സാറേ, അവര് പോയി. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാടോ പേവക്കൂഫ്.